ഏറെ സ്നേഹ ബഹുമാനമുള്ള വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിഥികളായി പരിശുദ്ധമായ മക്കയിലെത്തിയ ഹാജിമാർ ഇന്നലെ അറഫയിൽ സമ്മേളിച്ചു. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അൽ ഹജ്ജ് യൗമു അറഫ എന്ന് പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രേഷ്ഠകരമായ ഒരു ദിനമാണ് അറഫ ദിനം എന്ന് പറയുന്നത്. പവിത്രതകളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിനം അറഫ ദിനത്തേക്കാൾ മറ്റൊന്നില്ല എന്നാണ്. ഒരു പവിത്രമായ ദിനമാണ് യൗമ അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്നും ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, ഫഇന്നഹു ലയദനു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ അഹുലാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവരെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറയും, ആ സമ്മേളിച്ച അറഫയിലെ ഹാജിമാരായ അല്ലാഹുവിന്റെ അതിഥികളായി വന്ന ആ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പ്രശംസിച്ചുകൊണ്ട് അവരോട് പറയുകയും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് യൗമ അറഫ എന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹജ്ജ് നിർവഹിക്കണമെന്ന്. ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയായി. എന്താണ് ഒരു വിശ്വാസിയുടെയും മനസ്സിൽ ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് ചിന്ത? തുടക്കം മുതൽ നമ്മൾ ദുൽഹജ്ജിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹജ്ജിന്റെ വിളംബരം എന്ത് എന്നും ഒക്കെ നമ്മൾ സംസാരിച്ചതാണ്. ത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒരു വലിയ ചരിത്രം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള ഒരു അറഫ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് സംവദിച്ചു, അവിടെയുള്ള ഹാജിമാരോട് സംസാരിച്ചു. അതിനെയാണ് നമ്മൾ ചരിത്രത്തിൽ ഹജ്ജത്തുൽ വിദാ, പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഇന്നും ഈ കാലത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ പരിഹാരം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ മാറുന്നു, മതം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തി സംവാദങ്ങളും അത്തരത്തിലുള്ള ആക്രോശങ്ങളും ഒക്കെ നടത്തുന്നവരുടെ മുൻപിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10-ാം വർഷം അറഫയിൽ നടത്തിയ പ്രഭാഷണം എല്ലാത്തിനുമുള്ള ഒരു മറുപടി എന്നോണം നമുക്കതിനെ പഠിക്കാനും വായിക്കാനും കഴിയും. പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ആ പ്രഭാഷണത്തിൽ ആദ്യമായി അദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പ്, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി, ഏ മനുഷ്യരെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, ഉബയ്യിൻ ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി, എനിക്കറിയുകയില്ല. എന്താണ് ആ അറിയാത്ത കാര്യം? ലഅൽഖാകും ബഅദ ആമിൻ ഹാദാ ഫീ മൗഖിഫി ഹാദാ, ഇങ്ങനെ ഒരു ദിവസം ഈ ഒരു സ്ഥലത്ത് വെച്ച്
ഇനി ഞാനും നിങ്ങളും കണ്ടുമുട്ടുമോ എന്ന് യാതിരി ഈ പ്രവാചകൻ അറിയൂല കേട്ടോ. പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമോ എന്ന ഒരു മുന്നറിയിപ്പ് പ്രിയപ്പെട്ട സ്വഹാബാക്കളുടെ മുൻപിൽ, പ്രിയപ്പെട്ട വിശ്വാസിനികളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമാണിത്. ഇനി ഇവിടെ വെച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നറിയില്ല എന്നാണ്. ഒരു പക്ഷേ അത് സത്യമായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മതായിരുന്നു. പിന്നീടുള്ള ഹജ്ജ് കർമ്മത്തിന്റെ മുൻപ് റസൂലുള്ളാഹി ഈ ലോകത്ത് വിട പറഞ്ഞു. തന്റെ സംസാരത്തിൽ ലോകത്തുള്ള മനുഷ്യരോട് മുഴുവൻ സംവദിച്ച ഒരു വിഷയം ഈ പ്രവാചകനും മരിക്കാൻ പോകുന്നു എന്നാണ്. ഈ പ്രവാചകനും മരിക്കാൻ പോകുന്നു എന്നാണ്. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളും, ഓരോ രാവുകളും, ഓരോ പകലുകളും അസ്തമിക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിലേക്കാണ് അടുക്കുന്നത്? യുബയ്യിനു വയളഹ കുല്ല യൗമിൻ ബലൈല യബീതു അനിദ്ദുനിയ ഖരീബൻ ഇലൽ ഖബർ എന്ന് എഴുതി വെച്ചിരുന്നു കവി. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ രാവും ഓരോ പകലും അസ്തമിക്കുമ്പോഴും ബഈദൻ അനിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ നിന്ന് ഇങ്ങനെ വല്ലാണ്ട് വിദൂരത്തേക്ക് പോവാണ്, അകന്നു പോവാണ്, വിട്ടുപോവാണ്. എവിടേക്കാ പോകുന്നത്? ഖരീബൻ ഇലൽ ഖബർ, നമ്മുടെ ഖബറിലേക്ക്. നമ്മൾ മരിക്കാൻ പോവാണ്. വിശുദ്ധ ഖുർആനിൽ മരണത്തെ കുറിച്ച് ധാരാളം വചനങ്ങൾ കാണാൻ നമുക്ക്. കുറേയേറെ വർത്തമാനങ്ങൾ, ഉണർത്തലുകൾ, താക്കീതുകൾ മരണത്തെ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഈ മനുഷ്യരെ, അല്ലാഹു പറയാണ്, ഈ മനുഷ്യരെ, പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഏതൊരു മരണത്തെയാണോ നിങ്ങൾ കാണാൻ ഭയപ്പെടുന്നത്, ഏതൊരു മരണത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കാത്തത്, അതല്ലെങ്കിൽ നിങ്ങൾ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മരണമുണ്ടല്ലോ, തീർച്ചയായും ആ മരണം നിങ്ങളും ആ മരണവും തമ്മിൽ കണ്ടുമുട്ടും. നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുമായി അത് ഒരിക്കലും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയൊക്കെ തന്നെ പോയി വിളിച്ചാലും, വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൗ കുൻത ഫീ ബുറൂജി മുശയ്യദ, ശക്തമായ രീതിയിൽ നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചാലും, നിങ്ങൾ ആകാശങ്ങളിലേക്ക് കയറിപ്പോയാലും നിങ്ങൾ ആ മരണം പിടികൂടുക തന്നെ ചെയ്യും. ഇതൊരു ദിവസമാണ്. നമ്മളിങ്ങനെ ഓരോ രാവും പകലും കഴിയുമ്പോ, ഓരോ സൂര്യാസ്തമയങ്ങൾ നമ്മൾ ഇന്ന് വിട പറയുമ്പോഴും ഞാനും നിങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടാൻ ഒരുങ്ങുകയാണ്. എപ്പോ, എവിടെ, എങ്ങനെ എന്ന് നമുക്കറിയില്ല. എപ്പോ വേണമെങ്കിലും ഞാനും നിങ്ങളും കണ്ടുമുട്ടാം. വല്ലാത്തൊരായത്തല്ലത്. മനുഷ്യരെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? മരണത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അത്രമേൽ വേദന കൊണ്ട് നിങ്ങളുടെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന കൂട്ടിയടിക്കപ്പെടുന്ന ഒരു ദിവസം. മരണത്തിന്റെ വേദന സഹിക്കവയ്യാതെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ മലക്കം പറഞ്ഞ് നിങ്ങളുടെ കണങ്കാലുകൾ കൂട്ടിയടിക്കുന്ന ഒരു ദിവസം, ചുറ്റുമുള്ളവർ വാവിട്ട് കരയുന്ന ഒരു ദിവസം, വേർപാടുകൾ അടക്കി വെക്കാൻ കഴിയാതെ കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നിങ്ങളുമായി കണ്ടുമുട്ടാൻ, ഞാനും നിങ്ങളുമായി കണ്ടുമുട്ടാനുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ മുൻപിൽ ഇങ്ങനെ നിന്ന് പ്രഭാഷണം നടത്തുമ്പോ അവസാന വേളയിൽ, തന്റെ അവസാന പ്രഭാഷണത്തിൽ ഏറെ സങ്കടത്തോടു കൂടി ആ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന സ്വഹാബാക്കൾക്ക്, പ്രിയപ്പെട്ട വിശ്വാസികളോട് പങ്കുവെക്കുന്ന ഒന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഈ നാട്ടിൽ വെച്ച്, ഈ ഭൂമിയിൽ വെച്ച്, ഈ പുണ്യഭൂമിയിൽ വെച്ച് ഇനി ഒരു വേള ഈ പ്രവാചകനെ നിങ്ങളുമായി കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് അറിയുകയില്ല എന്നാണ് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണം. അറഫയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അറഫാ ദിനത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ആ സമ്മേളിക്കലും കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, റസൂല് നമ്മളോട്, ഈ ലോകത്തോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ച ആ ഒരു ഓർമ്മപ്പെടുത്തൽ. അത് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മരിക്കുമെന്നുള്ള ഒരു ചിന്ത, പ്രിയമുള്ളവരെ, നമ്മളിൽ നസ്തമിച്ചു പോകരുത്. നിങ്ങൾ ആലോചിച്ച്, ലോകത്ത് മനുഷ്യർക്ക് പരസ്പരം അസൂയ ഉണ്ടാവും. മറ്റൊരാൾക്ക് കിട്ടിയത് കണ്ടിട്ട് ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും.
പക്ഷെ ലോകത്തൊരു മനുഷ്യന് മറ്റൊരാൾക്ക് കിട്ടിയതിൽ ഒരു നിലക്കും അസൂയ തോന്നാത്ത ഒറ്റ കാര്യമുള്ളൂ, അത് മരണം. അത് മരണമാണ്. അതിന് അസൂയ ഉണ്ടാവില്ല മനുഷ്യന്മാർ. പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ഒരു നാൾ കണ്ടുമുട്ടേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ മരണപ്പെട്ടു, പ്രവാചകന്റെ ഉച്ചരായ സ്വഹാബാക്കൾ മരണപ്പെട്ടു, എത്രയോ മുൻഗാമികൾ മരണപ്പെട്ടു. നമ്മുടെ ഉമ്മമാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ എത്ര പേർ നമ്മളെ വിട പറഞ്ഞു. ഒരു ദിനം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തൽ. അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് സംവദിച്ചു വെച്ച വാക്കുകളിലും വർത്തമാനങ്ങളിലും നമ്മെ ഉണർത്തിയ ഏറെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. രണ്ടാമത്, ഈ ഒരു വേളയിൽ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത് രക്തവും ധനവും അഭിമാനവും അതെല്ലാ മനുഷ്യരുടെയും പവിത്രമാണ്. അത് കളങ്കപ്പെടുത്തരുത്. രക്തവും ധനവും അതുപോലെ അഭിമാനവും അതേറെ പവിത്രമായി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. എല്ലാ മനുഷ്യരും, അതിൽ മുസ്ലിങ്ങൾ എന്നുള്ളതല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം പൂർണ്ണമായും ആദരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു ഇലാഹ് മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു പിതാവ് മാത്രമാണ്. നിങ്ങൾ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ലോകത്ത് വായിക്കപ്പെടുന്ന പല വേദങ്ങളുണ്ട്, പല ചിന്താധാരകളുണ്ട്, ആശയങ്ങളുണ്ട്. പക്ഷെ ലോകത്ത് പ്രബലമായ ക്രൈസ്തവ മതത്തിന്റെ വേദം എടുത്തു നോക്കിയാൽ നമുക്കതിൽ കാണാം, ആദം ഹവ്വ, പേരിൽ പോലും മാറ്റമില്ല, പേരിൽ പോലും മാറ്റമില്ല. ഹൈന്ദവ മത വേദഗ്രന്ഥങ്ങളിലും അതുണ്ട്. ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് എന്ന ആശയത്തെ അതിലുമുണ്ട്. ഇസ്ലാം കൃത്യമായി മുന്നോട്ട് വെക്കുന്നത് നിങ്ങളെ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്, ആദമിൽ നിന്നും ഹവ്വ എന്ന സന്തതികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരു പിതാവും ഒരു മാതാവുമാണുള്ളത്. മനുഷ്യരെ, നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങൾ പരസ്പരം രക്തം ചിന്തിക്കരുത്. നിങ്ങളുടെ ധനം നിങ്ങൾ ദുർലഭ്യമാക്കരുത്. നിങ്ങളുടെ അഭിമാനം നിങ്ങൾ ക്ഷതപ്പെടുത്തരുത് എന്ന മനോഹരമായ മാനവികതയുടെ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ വാക്ക് ഈ ലോകത്തോട് ഹിജ്റ 10 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംവദിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും തന്നെ പരസ്പരം നിങ്ങൾ ദുരഭിമാനം നടിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം ചിന്തിപ്പോകരുത് എന്നാണ്. പക്ഷെ നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കൂ, അന്യായമായി ഒരാളെ വധിക്കാനോ രക്തം ചിന്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരാളുടെ നേരെയും ആയുധമെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്രയും സ്പഷ്ടമായി ലോകത്തോട് സംവദിച്ച ഒരു മതമാണ് ഇസ്ലാം. അത് പ്രഖ്യാപിക്കുകയും അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തൊരു മതമാണ് ഇസ്ലാം. പക്ഷെ ഇന്ന് ആ മതം തന്നെയാണ്, അല്ലെങ്കിൽ ആ ആശയം തന്നെയാണ് പലപ്പോഴും പ്രതിക്കൂട്ടിൽ വന്നു നിൽക്കുന്നത്. എന്താ പറ്റിയത്? അതിനെ മനസ്സിലാക്കേണ്ട രീതിയും അതിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട രീതിയും പലപ്പോഴും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് ചുരുക്കം. ഏതെല്ലാം രീതിയിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതെല്ലാം രീതിയിൽ പലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കൊലപാതകങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക പേരാണ്. വാർത്തകൾ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പേരാണ്. എന്നിട്ട് നമ്മൾ തന്നെ സ്വന്തം ഇങ്ങനെ പറയും, വല്ലാത്തൊരവസ്ഥയാണല്ലോ. 5 നേരം നമസ്കരിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരാളുടെ രക്തമോ ധനമോ അഭിമാനമോ നിങ്ങൾ ക്ഷതം വരുത്തരുത് എന്ന് പറഞ്ഞ അതേ ആശയം ഉൾക്കൊണ്ട് ജീവിക്കേണ്ട മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളിച്ചും ജീവിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, ഈ ആശയം നമ്മൾ എത്രത്തോളം ഉയരത്തിലും എത്രത്തോളം വലിപ്പത്തിലും ഈ ലോകത്തോട് നമ്മൾ സംവദിക്കണം, അല്ലെങ്കിൽ പ്രഖ്യാപിക്കണം, വിളംബരം ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇസ്ലാം അതൊക്കെ കഴിഞ്ഞു വന്നതാണ്. ഇങ്ങനെ വളരെ മോശമായി ജാഹിലിയ്യത്തിൽ എന്തെന്നില്ലാത്ത ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും പരസ്പരം തമ്മിലടിച്ച് കൊല ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന രീതിയിൽ ഏറ്റവും ഉത്തമ സമൂഹം എന്റെ കൂടെ ജീവിച്ച സമൂഹമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് ഈ ആശയം കൊണ്ട് ഒരു സമൂഹത്തെ റസൂലുള്ളാഹി മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതിനേക്കാൾ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ രീതിയിൽ അഭിമാനത്തിന് ഒരു തരത്തിലും ഒരു വിലയും കൽപ്പിക്കാതെ ആ അഭിമാനത്തെ കാറ്റിൽ പറത്തി കുലമഹിമയുടെയും ഗോത്രമഹിമയുടെയും വ്യക്തിവിദ്വേഷത്തിന്റെയും പേരിൽ തകർത്ത് കളഞ്ഞു, ആക്രമിച്ചു
ആക്രമിച്ചും യുദ്ധം ചെയ്തും കൊലപ്പെടുത്തിയും ഒക്കെ ജീവിച്ച ഒരു സമൂഹത്തെ നിങ്ങൾ ഏകനായ ഒരു ഇലാഹിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം, വിശുദ്ധ ഖുർആൻ നിങ്ങൾ അനുസരിക്കണം എന്ന ആശയത്തെ പഠിപ്പിച്ചു കൊടുത്ത് ഒരു സമൂഹത്തെ ഏറ്റവും നല്ല സമൂഹമാക്കി മാറ്റി പ്രവാചകൻ. അതേ ആശയമാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അതേ ആശയം ഉൾക്കൊണ്ട് ജീവിക്കേണ്ട നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടിൽ നിന്നും അതേ ആശയത്തിൽ ജീവിക്കുന്ന ആളുകൾ നേർ വിപരീതമായ ചെയ്തികളും പ്രവൃത്തികളുമായി ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ ആശയത്തെ ഇനിയും പകർന്നു കൊടുക്കാനുണ്ട്, എത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് തന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ നമ്മളോട് പറഞ്ഞത്. ഈ ആശയത്തെ, ഈ പറയുന്ന സന്ദേശത്തെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംസാരത്തിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. തന്റെ സംസാരം കേൾക്കുന്ന, വർത്തമാനം കേൾക്കുന്ന ആ പ്രഭാഷണത്തിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. പ്രിയമുള്ള സമൂഹമേ, നിങ്ങളോട് ദൈവസന്നിധിയിൽ വെച്ച്, അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് എന്നെ കുറിച്ച് ചോദിക്കപ്പെടും, എന്താണ് നിങ്ങൾ ഉത്തരം പറയുക എന്നാണ് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും, നിങ്ങൾ എന്താണ് ഉത്തരം നൽകുക? എന്താണ് ആ പ്രിയപ്പെട്ട വിശ്വാസികൾ നൽകിയ മറുപടി? അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ സന്ദേശം ഞങ്ങൾക്ക് അറിയിക്കുകയും അങ്ങയുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ അല്ലാഹുവിനോട് മറുപടി പറയും. അല്ലാഹു ഞങ്ങൾക്ക് അറിയിക്കാൻ നൽകിയ സന്ദേശം അറിയിക്കുകയും അത് പരിപൂർണമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകരെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയും. അന്നേരം ആ മറുപടി കേട്ട സമയം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ, ഈ വാക്കുകൾക്ക് നീ സാക്ഷ്യം വഹിക്കണമേ എന്ന. എന്താണെന്നറിയോ, അത് പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കി അല്ലാഹുവേ നീ സാക്ഷിയാണ് കേട്ടോ എന്നാണ്. നമ്മളോട് ചോദിക്കും ചില ചോദ്യങ്ങൾ, വ്യക്തി ജീവിതത്തെ കുറിച്ച് ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ, ഒരു ഉപ്പ ഉമ്മ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു അയൽക്കാരൻ എന്ന നിലയിൽ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത അധികാരമുള്ളവൻ എന്ന നിലയിൽ ഒക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടില്ലേ? റസൂലുള്ളാഹി എത്ര മനോഹരമായിട്ടാണ് തന്റെ ജീവിതത്തെ ആളുകൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ ഉപദേശങ്ങളും അതിന്റെ ചില സൂചനകളും നൽകിയതിനു ശേഷം ഒരു ഉറപ്പെടുക്കണം. ഈ മുഹമ്മദ് എല്ലാം പൂർത്തിയാക്കിയിട്ടില്ലേ? നിങ്ങൾക്ക് നൽകേണ്ടതൊക്കെ നൽകിയില്ലേ? നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറയുക എന്നൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ സ്വന്തത്തോടെങ്കിലും ചോദിക്കണ്ടേ? പക്ഷെ ഞാൻ നാളെ അങ്ങനെ കോടതിയിൽ നിൽക്കുമ്പോഴേ എന്റെ ഭാര്യയോട് ഒരു ഭർത്താവുകൾക്ക് എന്നെ കുറിച്ച് ചോദിച്ചാൽ അവൾ എന്ത് മറുപടി പറയും? രഹസ്യമായി തന്റെ കുടുംബ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊക്കെ നിൽക്കുമ്പോ അവളോട് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് ചോദിക്കണം നമ്മൾ, നിന്നെ ഞാൻ പൂർണ്ണമായും ഏറ്റെടുത്തു, തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിച്ചവളാണ് നീ, ഞാൻ സ്വീകരിച്ചവളാണ്. നാളെ ഞാൻ മരണപ്പെട്ട് കോടതിയിലെത്തി നിൽക്കുമ്പോ എന്റെ ഭാര്യയായി നീ അവിടെ വരുമ്പോ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോ നീ എന്ത് ഉത്തരം പറയും? ഞാൻ നിനക്ക് വേണ്ടതെല്ലാം പൂർത്തിയാക്കി തന്നിട്ടില്ലേ? തിരിച്ചു ചോദിക്കാം. ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കാം, പൂർത്തിയാക്കി തന്നിട്ടില്ലേ? എന്ത് നിങ്ങൾ മറുപടി പറയുമെന്ന്. പ്രിയമുള്ളവരെ, ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ കാലമേ ഈ ലോകത്തുള്ളൂ. എപ്പോ വേണമെങ്കിലും കണ്ടുമുട്ടാവുന്ന ഒരു മരണം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ മുൻപ് ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ച് നമ്മളൊന്ന് വിലയിരുത്തിയാൽ മാറേണ്ടത് മാറാനും മാറ്റേണ്ടത് തിരുത്താനും നമുക്ക് സാധിക്കും. ഒരു ചോദ്യം മക്കളോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം. കോഴിക്കോട് ജില്ലയിലെ ഏറെ കാലത്ത് പരിചയമുള്ള ഒരു സുഹൃത്ത്, ഒരു മനുഷ്യൻ, ഒരു പ്രായമായ മനുഷ്യൻ, ഏകദേശം 30 വർഷത്തോളം വിദേശത്ത് ഹോട്ടൽ ബിസിനസ് നടത്തി നാട്ടിൽ വലിയ രീതിയിൽ സാമ്പത്തികമായി ഭദ്രതയൊക്കെ ഉണ്ടാക്കിയെടുത്ത് മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചയച്ച്, 2 ആൺമക്കളെ 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ച് സുഖമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കഴിഞ്ഞ റമദാനിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തെ കണ്ട സമയത്ത് വല്ലാത്തൊരു സങ്കടം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം, സ്വന്തമായി ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹം, ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹം. അദ്ദേഹം പറയാം, എന്റെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ വീടാണ്. എന്റെ വിദേശത്തെ ബിസിനസ് ഒക്കെ നോക്കുന്നത് എന്റെ മക്കളാണ്. അവരൊക്കെ കുടുംബമായി അവിടെ ജീവിക്കുകയാണ്.
എല്ലാവരും നാട്ടിൽ വന്നപ്പോ എന്റെ പേരിലുള്ള കുറച്ച് സ്ഥലമുണ്ട്, ഞാനത് വിറ്റ് അതിന്റെ പണം ഒരു പള്ളി നിർമ്മിക്കാൻ നൽകാൻ വേണ്ടി എന്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു. ഞാൻ എന്റെ വീട്ടിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ചോദിച്ചു, എന്റെ ഭാര്യയോട് ചോദിച്ചു. എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്റെ മക്കളോട് ചോദിച്ചു. എന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകൻ എന്നോട് പറഞ്ഞു, ഉപ്പ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണെന്നാ ചോദിച്ചത് എന്റെ മകനാണ്. അതിന്റെ സങ്കടമാണ്. ബാക്കി 2-3 മക്കൾ എന്ന് പറഞ്ഞു. ചെറിയ മകന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഭാഗമായി അനുസരിക്കും രൂപത്തിൽ അവർ തല താഴ്ത്തിയിരുന്നു. അദ്ദേഹം പറയും, എനിക്ക് എന്ത് സമ്പത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ എത്രത്തോളം ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ മക്കളിൽ നിന്ന് ഉപ്പ നിങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും അതാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ എന്ന് പറയാവുന്ന ഒരു വാക്ക് എന്റെ മക്കളിൽ നിന്നുണ്ടായില്ലോ എന്ന സങ്കടം ഒരു മനുഷ്യൻ ഇന്നും അദ്ദേഹം ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ മക്കളെ വിളിച്ചിരുത്തി ചോദിക്കണം, നിന്റെ ഉപ്പയാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറയും. പിന്നെ നീ യതീമാണ്. നിനക്ക് തണലായി മാറാൻ, നിനക്കൊരു സംരക്ഷണമായി മാറാൻ ഒരു വേള ഈ ആരോഗ്യമുള്ള ഉപ്പ ഉണ്ടാവണമെന്നില്ല മോനെ. പക്ഷെ ഞാൻ മരിച്ച് നീയും മരിച്ച അല്ലാതെ കോടതിയിൽ വരുമ്പോ നിന്റെ ഉപ്പയെ കുറിച്ച് അല്ല നിന്നോട് ചോദിക്കുമ്പോ നീ എന്ത് പറയും മോനെ? നീ എന്ത് ഉത്തരം പറയണം ഉപ്പാനെ കുറിച്ച്? ഈ ഉമ്മാനെ കുറിച്ച് നീ എന്ത് പറയും മോളെ? ഒരു ചോദ്യം മരിക്കുന്നതിന്റെ മുമ്പ് ചോദിച്ചു നോക്കിയേ. റസൂലുള്ളാഹി ആ ഉമ്മത്തിനോട്, സമൂഹത്തോട് ചോദിച്ചതുപോലെ അല്ലാഹുവേ നീയാണ് സാക്ഷ്യം എന്ന് പറയാവുന്ന രൂപത്തിൽ ഈ അറഫയെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയും ഓർത്തെടുക്കുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ ആ പ്രഭാഷണത്തിലെ മനോഹരമായ രംഗം നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് വിട പറയുന്നതിന്റെ മുൻപ് എന്തിനു വേണ്ടിയാണോ എന്നെ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചത്? അത് ഒറ്റ കാര്യമുള്ളൂ, സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അമൽസാലിഹാത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, ആ റബ്ബിനെ മാത്രമേ ഇലാഹായി ജീവിക്കുകയോ എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി നമ്മൾ കുറെ ഓട്ടം ഓടുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് നിൽക്കും, ഒരു പിടുത്തം പിടിക്കും. അപ്പൊ നമ്മൾ വല്ലാതെ വെപ്രാളം കാണിച്ചത് കൊണ്ടോ പ്രയാസം കാണിച്ചത് കൊണ്ടോ നമുക്കൊരു നേട്ടവും കിട്ടാറില്ല. അതിന്റെ മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അറഫാ ദിനത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഏറെ സന്തോഷത്തോടെയും ഏറെ സതുദ്ദേശത്തോടു കൂടിയും ഉയർത്തിപ്പിടിക്കുവാനും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും ഏറെ ഉച്ചത്തിൽ വിളംബരം ചെയ്യുവാനും പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ മുൻപിൽ ഇതാണ് ഇസ്ലാം. ഒരാളെയും അപായപ്പെടുത്താനും ഒരാളെയും അദ്ദേഹത്തിന്റെ അഭിമാനം ക്ഷതം വരുത്താനും രക്തം ചിന്താനും ധനം അപഹരിക്കാനും പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഹറാമായി, അത് തിന്മയായി കാണിച്ചൊരു മതമാണ് ഇസ്ലാം. വ്യക്തി ജീവിതത്തിൽ അവന്റെ നന്മകൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താവുന്ന രീതിയിൽ നിങ്ങൾ സ്വയം ചോദിച്ച് വിലയിരുത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആരാധനാ കാര്യങ്ങളിൽ ഒരു വേള എപ്പോ വേണമെങ്കിലും മരിക്കാമെന്ന ഒരു ചിന്തയോടുകൂടി ചെയ്തു പൂർത്തീകരിക്കേണ്ട മനോഹരമായ ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കിയ മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യന് സ്വസ്ഥമായി, സ്വൈര്യമായി, സമാധാനത്തോട്, സംതൃപ്തിയോടുകൂടി ജീവിക്കാവുന്ന മനോഹരമായ ഒരു ജീവിത രീതിയാണ് ഇസ്ലാം. അതിനപ്പുറത്തൊരു ഭീകരതയുടെ മുഖം ഇസ്ലാമിനില്ല, ഒരു അക്രമത്തിന്റെ മുഖം ഇസ്ലാമിനില്ല, ഒരു അനീതിയുടെ മുഖം ഇസ്ലാമിനില്ല, ഒരു അവഹേളനത്തിന്റെ മുഖം ഇസ്ലാമിനില്ല, ഒരു അടിച്ചമർത്തലിന്റെ മുഖം ഇസ്ലാമിനില്ല. അത് അത്രമേൽ മനോഹരവും പവിത്രവുമാണ്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണം. അത് റസൂലുള്ളാഹിന്റെ ഈ അവസാന പ്രഭാഷണങ്ങളിലെ വാക്കുകളിൽ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അത് പിൻപറ്റേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ രീതിയിൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونبينا محمد وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പോവാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ ബലിപെരുന്നാളിന്റെ പിറകിലുള്ള ചരിത്രത്തെയും ബലി ചെയ്യുന്ന കർമ്മത്തെയും ഹജ്ജിന്റെ കർമ്മങ്ങളെയും ഒക്കെ നമ്മൾ ഉണർത്തിയതാണ്.
ഇനി നമ്മൾ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലേറെ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ ആഘോഷിക്കുക എന്നത്. അത്തരത്തിൽ ഇസ്ലാം അനുവദിച്ച രണ്ട് ആഘോഷങ്ങളിൽ ഒരു ആഘോഷമാണ് ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ. ആഘോഷം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ആഘോഷങ്ങൾ ഓർമ്മ വരാം. പക്ഷെ ഇസ്ലാമിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇസ്ലാം കൃത്യമായി മുന്നോട്ട് വെച്ച വിധിവിലക്കുകൾ അല്ലെങ്കിൽ അതിർവരമ്പുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ. ഒരിക്കലും ഇസ്ലാമിന്റെ മൂല്യവും സംസ്കാരവും നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിൽ നമ്മുടെ ആഘോഷങ്ങൾ മാറിപ്പോകരുത്. മറ്റുള്ളവരുടെ മുൻപിൽ ഇസ്ലാമിന്റെ ആഘോഷം ഒരു മാതൃകയാണ്. മറ്റുള്ള മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ആഘോഷങ്ങളിലേത് കടമെടുത്തുകൊണ്ട് ആഘോഷിക്കുന്ന രൂപത്തിലേക്ക് പെരുന്നാൾ ആഘോഷത്തെ നമ്മൾ മാറ്റിക്കളയരുത്. അതിനൊരു ആരാധനയുടെ പവിത്രതയുണ്ട് ആ ആഘോഷത്തിന്. അതിന്റെ പിറകിൽ വലിയ ത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ചരിത്രമുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായി ആ രീതിയിൽ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിനപ്പുറത്തേക്കുള്ള കാട്ടിക്കൂട്ടലുകളായി ആഘോഷങ്ങളെ മാറ്റാതിരിക്കാൻ നമ്മൾ ഏറെ മുതിർന്നവരും യുവാക്കളും ഒക്കെ പുതിയ തലമുറയോട് സംബന്ധിച്ച് അതിൻ്റെതായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ തയ്യാറാവണം. നാളെ പെരുന്നാൾ ദിനത്തിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ചില മാതൃകകളുണ്ട്. അതിലൊന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നമസ്കാരത്തിലേക്ക് വരിക എന്നതാണ്. ആ നമസ്കാരത്തിലേക്ക് വരേണ്ട രീതി നടന്നുകൊണ്ട് വരുന്നതാണ് ഏറ്റവും നല്ല ഉത്തമം. ചെറിയ സംഘങ്ങളായി തക്ബീറുകൾ ചൊല്ലി മുസല്ലയിലേക്ക് വരുന്നതാണ് അതിന്റെ ഒരു ശരിയായ രീതി. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തലേ ദിവസം വല്ലാതെ ദീർഘിപ്പിച്ചത് കൊണ്ട് തന്നെ രാവിലെ നമസ്കാരത്തിലേക്ക് ഒരു ചാരിപ്പടഞ്ഞ് ഓടി വരുന്ന രീതി പലപ്പോഴും കാണാറുണ്ട്. അതൊന്നും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറിയ സംഘങ്ങളായി ഓരോ ഏരിയകളിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരുമിച്ച് വന്ന് തക്ബീറുകൾ ചൊല്ലി ആ മുസല്ലയിലേക്ക് വരുന്ന ഒരു മനോഹരമായ രീതിയാണ് ആ പെരുന്നാൾ സുദിനത്തിൽ ആവേണ്ടത്. തിരക്ക് പിടിച്ച് ഓടിക്കതച്ച് അവസാനം ഇങ്ങനെ എല്ലാവരും രണ്ടാളും കൂടി വരാണ്ടെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന രൂപത്തിലേക്കൊന്നും വരാതെ എന്താണോ സമയം ആ സമയത്ത് കൃത്യമായി അതിന് ഒരുങ്ങി നേരത്തെ മുസല്ലയിലേക്ക് എത്താൻ വേണ്ടി എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് തീരുമാനിച്ചാൽ അത് നടക്കും. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്റുജു യൗമുൽ ഫിത്ര ഹത്താ യുതഅമ. റസൂലുള്ളാഹി ഈദുൽ ഫിത്ർ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് മുസല്ലയിലേക്ക് വരാറുള്ളത്. എന്നാൽ വലാ യുതഅമു യൗമുൽ അദ്ഹ ഹത്താ യുസല്ലി, നമസ്കാരം കഴിയുന്നതുവരെ റസൂലുള്ളാഹി ഒന്നും കഴിക്കുമായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ആ നമസ്കാരത്തിലേക്ക് വരുന്നതാണ് അതിന്റെ ഒരു സുന്നത്ത്. നമസ്കാരത്തിന് ശേഷമാണ് റസൂലുള്ളാഹി ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ്. അതും കൂടെ പാലിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് സൂചിപ്പിച്ചത്, പെരുന്നാൾ സുദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു വേള നമ്മൾ കുടുംബത്തെ പലപ്പോഴും ചേർത്ത് പിടിക്കണം. ബന്ധങ്ങളെ അത്രമേൽ ദൃഢമാക്കുന്ന രീതിയിലുള്ള ഒരു ആഘോഷം നമുക്ക് വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളെ അറിയാതെ അല്ലെങ്കിൽ കൂട്ടിയിണക്കാതെ അറ്റുപോകുന്ന കുറെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീട്ടിലെ ഉമ്മമാർ കാരണവന്മാരൊക്കെ കുടുംബ ബന്ധത്തെ പലപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴും വരും തലമുറയിലെ ആളുകൾക്ക് ഈ ബന്ധങ്ങൾ വല്ലാതെ അതിന്റെ എത്രത്തോളം ആഴം അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പവിത്രതയും അതിന്റെ ആവശ്യകതയും ഒന്നും അറിയാത്ത രീതിയിലാണ്. പക്ഷെ എല്ലാവരും കുടുംബമായി പലപ്പോഴും കഴിയുന്ന ആളുകളൊക്കെ പോയി കണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ രോഗികളെയൊക്കെ എല്ലാവർക്കും, ചെറുപ്പക്കാരാണെങ്കിൽ അവർ ഒരുമിച്ച് ഈ നാട്ടിലെ പ്രായമായ രോഗികളെയൊക്കെ ഒന്ന് പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരോടൊക്കെ പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറി അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിന്റെ മനോഹരമായ ഒരു ആഘോഷ രീതിയെ പെരുന്നാൾ സുദിനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വെറുതെ ഇങ്ങനെ കുറെ പേക്കൂത്തുകളായി ആഘോഷങ്ങൾ മാറുന്നതിനപ്പുറം സ്നേഹബന്ധങ്ങൾ കൈമാറി വലിയ ഒരു ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായ രീതിയിൽ പെരുന്നാളിനെ ആഘോഷിക്കാനും ഉൾക്കൊള്ളാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പെരുന്നാളിന്റെ സുന്നത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട് പെരുന്നാൾ സുദിനം ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇസ്ലാം വിലക്കിയ രീതിയിലും ഇസ്ലാം വെച്ച അതിർവരമ്പുകൾ മറികടന്നുമുള്ള ഒരു ആഘോഷം ഇല്ലാതിരിക്കാൻ കുടുംബങ്ങളിൽ തന്നെ ഒരു തീരുമാനമെടുത്ത് ആ രീതിയിൽ പെരുന്നാളിനെ
വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാമിന്റെ മൂല്യവും സംസ്കാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആഘോഷിക്കാൻ നമ്മൾ ഏവരും തയ്യാറാവണം. ആ രീതിയിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ ബലിപെരുന്നാൾ നമുക്ക് ആഘോഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഏവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, കുറെ ആളുകൾ അസുഖങ്ങളായി പ്രയാസങ്ങളായി ഞങ്ങളുടെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയായി ഞങ്ങളുടെ കുടുംബങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നീ ശിഫയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ, എവിടെ വെച്ച് മരിച്ചാലും മുസ്ലിമായിട്ട് മരിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ, നാളെ വിചാരണ വേളയിൽ അപമാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത്. വലത് കൈ കിതാബ് ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ സമാധാനവും സംതൃപ്തിയും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥാ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.